ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര വിസ്മയങ്ങളിലൊന്നായ അവതാർ പരമ്പരയിലെ മൂന്നാം ഭാഗം അവതാർ ഫയർ ആൻഡ് ആഷ് ആഗോളതലത്തിൽ പ്രദർശനത്തിൽ എത്തിയിരിക്കുകയാണ്. സംവിധായകൻ ജെയിംസ് കാമറൂണിന്റെ ഭാവനയിൽ വിരിഞ്ഞ പണ്ടോറ എന്ന അത്ഭുത ലോകത്തെ കൂടുതൽ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ ചിത്രം റിലീസിന് മുൻപേ വലിയ തരംഗമാണ് സിനിമ പ്രേമികൾക്കിടയിൽ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സിനിമാ ലോകത്തെ അമ്പരിപ്പിക്കുന്നതാണ്. ഓപ്പണിംഗ് വീക്കെൻഡിൽ മാത്രം ആഗോള വിപണിയിൽ നിന്ന് $345 മില്യൺ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ സിംഹഭാഗവും വരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ് എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം $257 മില്യൺ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നായി ചിത്രം സമാഹരിച്ചത്. വടക്കേ അമേരിക്കൻ വിപണിയിലും മികച്ച മുന്നേറ്റം നടത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും മുൻഗാമിയായ അവതാർ ദ വേ ഓഫ് വാട്ടർ സൃഷ്ടിച്ച റെക്കോർഡുകൾ ഭേദിക്കാൻ മൂന്നാം ഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നത് ചർച്ചാ വിഷയമാകുന്നു. രണ്ടാം ഭാഗം അതിന്റെ ആദ്യ വാരാന്ത്യത്തിൽ $435 മില്യൺ നേടിയ സ്ഥാനത്താണ് പുതിയ ചിത്രം $345 മില്യൺ ഒതുങ്ങിയത്. ആ സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സമരസമായ ഒരു ചിത്രമാണ് തെളിയുന്നത്. ജെയിംസ് കാമറൂൺ എന്ന വിസ്മയ സംവിധായകനിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്ന ദൃശ്യവിരുന്നും VFX മികവും ചിത്രത്തിൽ ഉടനീളം ദർശിക്കാം. പണ്ടോറയിലെ അഗ്നിപർവ്വത മേഖലകളെയും പുതിയ ഗോത്രവർഗങ്ങളെയും അവതരിപ്പിക്കുന്നതിൽ കാമറൂൺ കാട്ടിയ കരവിരുത് വിസ്മയിപ്പിക്കുന്നതാണ്. ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സ്പർശനം കാണികളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളതാണ്. IMAX 3D സ്ക്രീനുകളിൽ ചിത്രം നൽകുന്ന അനുഭവം അവിസ്മരണീയമാണെന്നും ഭൂരിഭാഗം പ്രേക്ഷകരും സമ്മതിക്കുന്നു. ദൃശ്യകലയുടെ എല്ലാ സാധ്യതകളെയും കാമറൂൺ ഇതിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം വിഷ്വൽ ഗ്രാഫിക്സ് മികവ് പുലർത്തുമ്പോഴും സിനിമയുടെ തിരക്കഥയ്ക്കും കഥാഗതിക്കും നേരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. കഥയിൽ കാര്യമായ പുരോഗമനമൊന്നുമില്ലെന്നും ആദ്യ ഭാഗങ്ങളിലെ അതേ പ്രമേയങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടതെന്നും ഒരു വിഭാഗം നിരൂപകർ അഭിപ്രായപ്പെടുന്നു. ആവർത്തന വിരസത അനുഭവപ്പെടുന്ന കഥാപരിസരങ്ങളെ ദൃശ്യഭംഗി കൊണ്ട് മറച്ചു പിടിക്കാനാണ് കാമറൂൺ ശ്രമിച്ചിരിക്കുന്നത് എന്ന വിമർശനം സിനിമയുടെ ആഗോള കളക്ഷനെ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. ജെയിംസ് കാമറൂൺ, റിക് ജാഫ, അമാൻഡ സിൽവർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു പരിചയിച്ച സാം വർത്തിങ്ടൺ, സോ സാൽഡാന, ഡിഗോർണി വീവർ, സ്റ്റീഫൻ ലാങ്, കേറ്റ് വിൻസ്ലെറ്റ് തുടങ്ങിയ പ്രതിഭകൾ തങ്ങളുടെ കഥാപാത്രങ്ങളെ ഈ ഭാഗത്തിലും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരോടൊപ്പം കഥയെ കൂടുതൽ സങ്കീർണമാക്കുന്ന രീതിയിൽ പുതിയ ചില കഥാപാത്രങ്ങളും മൂന്നാം ഭാഗത്തിൽ കടന്നു വരുന്നുണ്ട്. പണ്ടോറയിലെ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും അതിജീവനത്തിനായുള്ള പോരാട്ടവുമാണ് സിനിമയുടെ ഇതിവൃത്തം. കേരളത്തിലും അവതാർ തരംഗം ശക്തമാണ്. IMAX ഉൾപ്പെടെയുള്ള അത്യാധുനിക തിയേറ്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലയാളികൾക്കിടയിൽ ജെയിംസ് കാമറൂൺ സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഈ ചിത്രത്തിനും ലഭിക്കുന്നുണ്ട്. വിഷ്വലുകൾക്ക് മുൻഗണന നൽകുന്ന മലയാളി പ്രേക്ഷകർ അവതാർ നൽകുന്ന വിരുന്നിനെ തള്ളിക്കളയാനാവില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന അടുത്ത ഭാഗങ്ങളിലേക്ക് വഴി തുറക്കുന്ന രീതിയിലാണ് സിനിമയുടെ അന്ത്യം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രമേയത്തിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായി ചിത്രം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോളിവുഡ് സിനിമാ നിർമ്മാണ രംഗത്തെ പുതിയ മാറ്റങ്ങളും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് അവതാർ സീരീസ് ഇനിയും അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.